ഏറ്റവും കൂടുതൽ വികസന പരിപാടികൾക്ക് പണം ചെലവഴിച്ചത് പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. 15 വർഷക്കാലമായി കുറ്റ്യാടി കിഴക്കൻ മലയോര മേഖലകളിലുള്ള ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന കുറ്റ്യാടി ബൈപ്പാസ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും. കുറ്റ്യാടി മണ്ഡലത്തിലുള്ള മുഴുവൻ സർക്കാർ സ്കൂളുകൾക്കും അതിലൊരു LP സ്കൂളിന് ഇപ്പോഴുള്ള കെട്ടിടം തന്നെ ധാരാളമാണ്. മറ്റ് 10 സ്ഥാപനങ്ങൾക്കും ഏറ്റവും ചുരുങ്ങിയത് 1 കോടി മുതൽ 3 കോടി വരെയുള്ള സാമ്പത്തിക സഹായം വാങ്ങിച്ചു കൊടുത്ത് കെട്ടിട പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞു. കുന്നുമൽ AEOS ഓഫീസ് പുതിയ കെട്ടിടമുണ്ടാക്കി മാറി. തോടന്നൂർ AEOS ഓഫീസിന് നാട്ടുകാർ 20 ലക്ഷം രൂപ വിരിച്ച് 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു തന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി 20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെയും കെട്ടിടമുണ്ടാക്കി അതിനും സ്വന്തം ഒരു ആസ്ഥാനമായി മാറി. മൊകേരി ഗവൺമെൻറ് കോളേജിൽ വിവിധ പദ്ധതികൾ, ലൈബ്രറി കം സെമിനാർ ഹാള്, അധ്യാപകന്മാരുടെ ക്വാർട്ടേഴ്സ്, നിലവിലുള്ള കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണം, ഗ്രൗണ്ട് നിർമ്മാണം, ഗേറ്റ് നിർമ്മാണം, ഇങ്ങനെ വിവിധ ഇനങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പഞ്ചായത്തിലൊരു കളിക്കളം സർക്കാരിൻ്റെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ്. 1.5 ഏക്കർ സ്ഥലത്ത് മണിയൂരിൽ ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കാൻ പോവുകയാണ്. പുറമേരി പഞ്ചായത്തിലെ മലയാളപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് 2 ഏക്കർ സ്ഥലത്ത് ഇൻഡോർ സ്റ്റേഡിയം 2 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പ്രവർത്തനം നടക്കുകയാണ്. കുന്നുമൽ പഞ്ചായത്തിലെ മൊകേരിയിൽ EMS സ്റ്റേഡിയം, സ്മാരക സ്റ്റേഡിയം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ 4 പഞ്ചായത്തിൽ 5 കോടി രൂപയുടെ പദ്ധതികൾ അതുവഴി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നത് മറ്റൊരെടുത്തു പറയത്തക്ക നേട്ടമാണ്. ഏറ്റവും പ്രധാനമായി കുറ്റ്യാടി താലൂക്ക് ആസ്പത്രിയാണ്. 10 പഞ്ചായത്തിലെ രോഗികൾ വരുന്നതാണ്. സ്ഥലപരിമിതിയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 28.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള മനോഹരമായ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. മണിമലയിലെ കോക്കനട്ട് പാർക്കാണ് 15 വർഷമായി കാത്തിരിക്കുന്നതാണ്. 5 ഏക്കർ സ്ഥലം സംരംഭകർക്ക് ഭാഗിച്ച് നൽകാൻ പറ്റിയ പാകത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. കടത്തനാടുകാരുടെ സ്വപ്ന പദ്ധതിയാണ് വടകര മാഹി കനാൽ. ഒരു റീച്ച് ഒഴികെ ബാക്കി എല്ലാ റീച്ചിൻ്റെയും പ്രവർത്തനങ്ങൾ പൂർത്തിയായി ബോട്ട് ഗതാഗതത്തിന് അനുയോജ്യമായ രൂപത്തിലായി മാറി. ലോകനാർകാവ് ടൂറിസം പൈതൃക ടൂറിസം പ്രോജക്റ്റാണ്. 2 ചിറകൾ കെട്ടി സംരക്ഷിച്ചു. 12 AC മുറികളും 2 ഡോർമെട്രികളും. കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ദേവസ്വം ഗസ്റ്റ് ഹൗസ് അവിടെ കാണാം. പിന്നെ എല്ലാ കെട്ടിടങ്ങളും അതുപോലെ തന്നെ നിലവും മതിലും എല്ലാം പരിഷ്കരിച്ചു. പാരമ്പര്യ രൂപത്തിൽ കളരി അഭ്യസിക്കുന്ന ഒരു കളരി കേന്ദ്രവും തുടങ്ങി. മലബാറിലെ ആദ്യത്തെ കളരി മ്യൂസിയം അവിടെയാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ലോകനാർകാവും പയങ്കുറ്റിമലയും അടുത്തടുത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറി. ഇത് എടുത്തു പറയത്തക്ക മറ്റൊരു നേട്ടമാണ്. ടൂറിസം രംഗത്ത് കുറ്റ്യാടി പുഴയോരത്ത് ചൊവ്വാപ്പുഴയിലും കുറ്റ്യാടിപ്പുഴയിൽ തന്നെയും മണിയൂരിൽ ചിരണ്ടത്തൂർ ചിറയിൽ എല്ലാം ടൂറിസം പദ്ധതികളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്.